എഡ്ജ് സ്പെക്ട്രം യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിന് ഫ്രാക്ഷൻ നമ്പേഴ്സിൻ്റെ അഡിഷനും സബ്ട്രാക്ഷനും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനുമാണ്. ആദ്യം തന്നെ മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. അപ്പോൾ എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ രണ്ട് ഫ്രാക്ഷൻ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമില്ല, നേർക്ക് നേരെ നമ്പറുകൾ എന്ത് ചെയ്യുക, ഇൻറ്റു ചെയ്ത് എഴുതുക. ഇവിടെ ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് 2/3 ഇൻറ്റു 5/4 ആണ്. അപ്പോൾ ആദ്യം 2 ഇൻറ്റു 5 ചെയ്യുക. 2 ഇൻറ്റു 5 എത്രയാണ്? 10 ആണ്. 10 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 4 എത്രയാണ്? 3 ഇൻറ്റു 4 എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ ഇത്രയും സിമ്പിൾ ആണ്, വേറെ ഒന്നും ചെയ്യേണ്ട, നേർക്ക് നേരെ എന്ത് ചെയ്യുക, ഇൻറ്റു ചെയ്ത് എഴുതുക. 2 ഇൻറ്റു 5 എന്ന് പറയുന്നത് 10 ആണ്. 3 ഇൻറ്റു 4 എന്ന് പറയുന്നത് 12 ആണ്. ഇതിന് വേണമെങ്കിൽ നമുക്ക് രണ്ടിന്റെ മൾട്ടിപ്പിൾ ആണ്, മേലും താഴെയും ഉള്ളത് രണ്ടിന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ചെറുതാക്കി, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ചെറുതാക്കി എഴുതാൻ പറ്റുവാണെങ്കിൽ എന്ത് ചെയ്യാം, ചെറുതാക്കി എഴുതാം. അപ്പോൾ 5/6 എന്ന് വേണേലും ആൻസർ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, 10 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 3. ഇതിലും വേറെ ഒന്നുമില്ല, നേരത്തെ പറഞ്ഞ പോലെ നേർക്ക് നേരെ എന്ത് ചെയ്യുക, ഇൻറ്റു ചെയ്ത് എഴുതുക. 10 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 3. 10 ഇൻറ്റു 4 എത്രയാണ്? 10 ഇൻറ്റു 4 എന്ന് പറയുന്നത് 40 ആണ്. ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 3 എന്ന് പറയുന്നത് 21 ആണ്. ഇതിന് കോമൺ ആയിട്ട് ഒരു മൾട്ടിപ്പിൾ ഇല്ല, 2 കൊണ്ടോ 3 കൊണ്ടോ ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് തന്നെയാണ് ഇതിന്റെ ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 20 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 11 ആണ്. ഇവിടെയും നേർക്ക് നേരെ എന്ത് ചെയ്യുക, ഇൻറ്റു ചെയ്യുക. 20 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 11 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. 20 ഇൻറ്റു 5 എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. 100 ഡിവൈഡഡ് ബൈ 99. ഇതിനും കോമൺ ആയിട്ടുള്ള എന്തില്ല, നമ്പേഴ്സ് ഇല്ല. 2 3 ഒരു നമ്പർ കൊണ്ടും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് 100 ഡിവൈഡഡ് ബൈ 99 എന്ന് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിവിഷൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, 4/3 ഡിവൈഡഡ് ബൈ 2/5 എന്നാണ്. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും തമ്മിലുള്ള ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ഡിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് 4 ഡിവൈഡഡ് ബൈ 3 അതുപോലെ തന്നെ എന്ത് ചെയ്യുക, എഴുതുക. ഇനി ഈ ഡിവിഷൻ മാറ്റിയിട്ട് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആക്കണം. മൾട്ടിപ്ലിക്കേഷൻ ആക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ടേമിനെ റെസിപ്രോക്കൽ ആയിട്ട് എന്ത് ചെയ്യുക, എഴുതുക. രണ്ടാമത്തെ ടൈമിനെ റെസിപ്രോക്കൽ ആയിട്ട് എഴുതുമ്പോൾ 5 ഡിവൈഡഡ് ബൈ 2 എന്ന രീതിയിൽ എഴുതേണ്ടി വരും. അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ നേർക്ക് നേരെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഇൻറ്റു ചെയ്ത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് പോലെ ഡിവിഷൻ എന്ത് ചെയ്താൽ മതി. 4 ഇൻറ്റു 5 എന്ന് പറയുന്നത് എത്രയാണ്? 4 ഇൻറ്റു 5 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. താഴെ 3 ഇൻറ്റു 2 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. 4 ഇൻറ്റു 5 എന്ന് പറയുന്നത് 20 ആണ്. 20 ഡിവൈഡഡ് ബൈ 6 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് രണ്ടിന്റെ മൾട്ടിപ്പിൾ ആണ്. താഴെ മേലെയും എത്രയാണ്? രണ്ടിന്റെ മൾട്ടിപ്പിൾ ആയത് കാരണം 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 20നെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 10ഉം 6നെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 3 എന്നും എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ വേറെ ഒന്നുമില്ല, മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത അതേ സ്റ്റെപ്പുകളാണ് താഴേക്ക് ചെയ്യേണ്ടത്. അത് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്, ഈ ഡിവിഷൻ സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ടൈമിനെ മാത്രം എന്ത് ചെയ്യുക, റെസിപ്രോക്കലാക്കി എഴുതുക. ഒന്നാമത്തെ ടൈമിന് ഒന്നും ചെയ്യരുത്, രണ്ടാമത്തെ ടൈമിനെ മാത്രം റെസിപ്രോക്കലാക്കി എഴുതുക. ബാക്കിയെല്ലാം എന്തിന്റെ സ്റ്റെപ്പ് തന്നെയാണ്, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന നേർക്ക് നേരെ ഇൻറ്റു ചെയ്യുന്ന സ്റ്റെപ്പ് തന്നെയാണ്. 4 ഇൻറ്റു 5 എന്ന് പറയുന്നത് 20 ആണ്. 3 ഇൻറ്റു 2 എന്ന് പറയുന്നത് 6 ആണ്. അതിന് നമുക്ക് ചെറിയ ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 10 ഡിവൈഡഡ് ബൈ 3 എന്ന ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. എക്സാമ്പിൾ ഇതാണ്, 6/7 ഡിവൈഡഡ് ബൈ 11/8 എന്നാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ആദ്യത്തെ ടൈമിനെ അതുപോലെ തന്നെ എന്ത് ചെയ്യുക, എഴുതുക. രണ്ടാമത്തെ ടൈമിനെ നമ്മൾ ഇൻറ്റു കൊടുത്തിട്ട് റെസിപ്രോക്കൽ എഴുതണം. അപ്പോൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എത്ര കിട്ടും, 8 ഡിവൈഡഡ് ബൈ 11 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നേർക്ക് നേരെ എന്ത് ചെയ്താൽ മതി, ഇൻറ്റു ചെയ്ത് എഴുതുക. 6 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 11 എന്ന് എഴുതാൻ പറ്റും. 6 ഇൻറ്റു 8 എത്രയാണ്? 6 48 ആണ്. ഡിവൈഡഡ് ബൈ 77 എന്ന് എഴുതാൻ പറ്റും. ഇതിൽ കോമൺ ആയിട്ട് ഒരു നമ്പറും ഇല്ല, അതുകൊണ്ട് 48 ഡിവൈഡഡ് ബൈ 77 എന്ന് എഴുതാൻ പറ്റും. വേറെ ഒന്നുമില്ല, ഡിവിഷൻ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻ, ഫസ്റ്റത്തെ നമ്പർ അതുപോലെ നിലനിർത്തുക. ഡിവൈഡഡ് ബൈ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇൻറ്റു എഴുതിയിട്ട് റെസിപ്രോക്കല് രണ്ടാമത്തെ നമ്പറിനെ റെസിപ്രോക്കൽ എഴുതുക. അപ്പോൾ 8 ഡിവൈഡഡ് ബൈ 11 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് മൾട്ടിപ്ലിക്കേഷൻ്റെ അതേ സ്റ്റെപ്പുകൾ 6 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 11. അത് നമുക്ക് 6 ഇൻറ്റു 8 എന്ന് പറയുന്നത് എത്രയാണ്? 48 ആണ്. ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 11 എന്ന് പറയുന്നത് 77 ആണ്. ഫ്രാക്ഷൻ നമ്പേഴ്സിൻ്റെ അഡിഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നിവ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്.